ഇവിടെ ഇലക്ഷൻ അടുത്തുകൊണ്ട് ദിവസം അടുത്തും തോറും വാക്പോരുകൾ മുറുകി വരികയാണ് മറ്റ് സ്ഥാനാർത്ഥികളുടെയും അതുപോലെ നേതാക്കളുടെയും ഭാഗത്തു നിന്ന്. ഒരു ഇർഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരൻ കായംകുളത്ത് പ്രതിഭ MLA കുറിച്ച് ഒരു പരാമർശം നടത്തി. മോശമായ പരാമർശമാണ്. അപ്പോൾ അതിനെതിരെ ലീഗ് പ്രതികരിച്ചത് പെട്ടെന്ന് തന്നെ അയാളെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ അതോടുകൂടി അവിടെ യഥാർത്ഥത്തിൽ ഇത് തിരിച്ചടിക്കുന്നത് ആ സ്ഥാനാർത്ഥിയാണെന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ളവരെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. ഇന്ന് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു, തൃശ്ശൂർ വെച്ച് നടന്നത്. അതിൽ ഇപ്പോൾ VD സതീശനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 4 വോട്ടിന് വേണ്ടി എന്നും അതായത് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് അങ്ങ് വിളിച്ച് പറയുകയാണ്. പല പ്രാവശ്യം അത് ഉപയോഗിച്ചു. എന്തിനീ വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു? ഇത് എവിടുന്ന് കിട്ടുന്നതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിട്ടങ്ങ് മാറിയല്ലോ. എന്നിട്ട് VD സതീശൻ പണ്ടെങ്ങാണ്ട് RSSൻ്റെ ഏതാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി ഉദ്ഘാടനം ചെയ്ത്, പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോണ്ടായിട്ട് വരും. ഞാൻ RSSൻ്റെ ഒരു വലിയ സമ്മേളനം എറണാകുളത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോയി. അതൊരു സംഘടനയാണ്. നമ്മൾ പൊതുരംഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസ് നമുക്കുള്ളപ്പോൾ ഇത് നോ എന്ന് പറയാൻ ഒക്കത്തില്ല. അതിനൊക്കെ പോണ്ടായിട്ട് വരും. അന്ന് ആദ്യമൊക്കെ കുറേ മുസ്ലിങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നെ ആളുകൾക്ക് മനസ്സിലായി ഞാൻ അവിടെ പോയി പറഞ്ഞത് എന്താണ്, പ്രസംഗിച്ചത് എന്താണെന്ന് പിന്നെ പിടികിട്ടി. കാരണം അവർ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത് ഞാൻ പോയിട്ടുണ്ട്, ഇങ്ങനെ പോവും. ഇപ്പോൾ അന്ന് BJP ആയിട്ടുള്ള ബന്ധം കാണിക്കാനാണ് ഈ പറയുന്ന ഏതാണ്ട് പണ്ട് 1977 ഏതോ പടമാണ് എടുത്ത്. അങ്ങനെ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പുറകോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. നേരെ പോയി നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി പോയി കണ്ടല്ലോ. കണ്ട് റെഡിയായി, അദ്ദേഹത്തിനെ കണ്ട് ആശീർവാദമൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ട് ഒരു 4-5 ദിവസത്തിനകത്ത് PM ശ്രീ രഹസ്യമായിട്ട് പോയി അങ്ങ് ഒപ്പിട്ടല്ലോ. അപ്പോൾ അതെന്തു ബാന്ധവമാണ്? അതെന്താണ്? ബന്ധമില്ലേ? അപ്പോൾ PM ശ്രീ എന്നിട്ട് അവസാനം CPI വിചാരിച്ചതുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്ത് അത് പറ്റത്തില്ല, നടപ്പാക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. അതിന് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതേപോലെ തന്നെ ലേബർ കോഡിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി, അത് പ്രത്യേകിച്ച് CITU. അപ്പോൾ അത് രഹസ്യമായിട്ട് അത് നടപ്പാക്കാനുള്ള റൂൾസ് ഫ്രെയിം ചെയ്ത് അങ്ങ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്തോ ബന്ധമാണ്? ഇതൊന്നും ബന്ധമുള്ളതല്ലേ? അപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയോ ഉള്ള കേസുകളൊന്നും മുമ്പോട്ട് വരുന്നില്ല. അത് പല കാര്യങ്ങൾ കൊണ്ടാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു ഭീഷണി മൂലമാണോ മുഖ്യമന്ത്രി ഒതുങ്ങിപ്പോയേക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നേണ്ടി വരും. അപ്പോൾ പിന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അത് NDAക്ക് വേണ്ടി നല്ല കാൻഡിഡേറ്റാണ്, നല്ല സ്വാധീനമുണ്ട് ശോഭയ്ക്ക് അവിടെ. അതേപോലെ തന്നെ പിഷാരടിയാണ്, സിനിമാ നടനായിരുന്നു, പിഷാരടിയാണ്, കലാകാരനാണ്. പിഷാരടിയാണ് അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ ലേബലിൽ. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആരെയെന്നറിയോ? രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ വിലയ്ക്ക് വാങ്ങിച്ച് ഒരു വ്യവസായിയെ CPM നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളുകള്ളികൾ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇവർ പറയുന്നതിൽ അതിന് സതീശൻ വാ തുറന്ന് എന്ത് പറഞ്ഞാലും നുണ പറയുകയാണ് എന്നങ്ങ് വിളിച്ചു പറയും. ഇവരാരും പറയുന്നത് നുണയൊന്നുമല്ല. എം പി ഗോവിന്ദന് ഈ മുഖ്യമന്ത്രിയൊക്കെ കൂടെ പറഞ്ഞ എന്താണ്? വീണ ജോർജിനെ എതിരെ ആക്രമിച്ചെന്നും പറഞ്ഞ് ആ മാരകായുധം കൊണ്ട് ഭയങ്കരമായിട്ട് പെടലി പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് വലിച്ചു, ഇതൊക്കെയല്ലേ പറഞ്ഞേ? കൈ പിടിച്ച് തിരിച്ചു. ഈ പാവങ്ങൾ അടുത്ത് പോലും ചെന്നിട്ടില്ല. ഒരു 10-25 അടി അകലെ നിന്നുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ വായുവിലുള്ള പ്രകമ്പനം മൂലം ചിലപ്പോൾ ഈ അപകടം വല്ലതും വന്നു കാണും. ഇത് നുണ പറയുന്ന നുണയല്ലേ ഇവർ പറയുന്നത്? ഇവരാരും ശുദ്ധ നട്ട കുരുക്കാത്ത നുണയല്ലേ പറഞ്ഞത് ആ കാര്യത്തിൽ? അത് മുഖ്യമന്ത്രി പോയി കാണുന്നു, വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ മരിക്കാൻ കിടക്കുന്ന പോലാണ് ആള്.
അനങ്ങാതെ പിറ്റേന്ന് വെളുപ്പിനെ അവിടുന്ന് പറക്കി കെട്ടി 4 മണിക്ക് കാറിനകത്ത് കയറി അങ്ങ് പോയി. പിന്നെ ഇപ്പം മിണ്ടാട്ടമില്ല അതിനെക്കുറിച്ച്. ഇതാണ് സംഭവം. ഇത് ഇത്രയും കള്ളം പറയുന്ന ഇവർ പറയുന്നത് കള്ളമല്ല. വി ഡി സതീശൻ ഈ ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നാക്കെടുത്ത നുണ പറയുന്ന ആളാണ് വി ഡി സതീശൻ എന്നങ്ങ് പറഞ്ഞേക്കുക. എന്തിനു വി ഡി സതീശൻ്റെ തോളെ കയറാൻ പോന്നേ? ഇവർക്ക് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ലേ? ഒരു സംയമനം വേണ്ടേ പരസ്പരം? അത് ഇതുപോലെ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളാണോ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടത്? ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവല്ലേ വി ഡി സതീശൻ? അയാൾ പറയേണ്ട കാര്യങ്ങൾ അയാൾ പറയുന്നു, അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ. ഇവിടെ നടക്കുന്നതായിട്ട് അയാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത്. അതെല്ലാം നുണയാണ് എന്നും ഇത് രാഷ്ട്രീയ ചറ്റത്തരം ആണെന്നും പറഞ്ഞ് നല്ല നാക്കിന് യാതൊരു പ്രശ്നമില്ല ഇത് ഉച്ചരിക്കാൻ. കാരണം ഇത് പറഞ്ഞങ്ങ് പഠിച്ചു പോയി. അതാണ് വന്നേക്കുന്നത്. ഏതായാലും കൊള്ളാം. ഇനി ഇത് നമുക്ക് കൂടുതൽ പദപ്രയോഗങ്ങൾ ഇനിയും കേൾക്കാൻ കിട്ടും കേട്ടോ. ഇതാരെക്കുറിച്ചും അങ്ങ് പറയുക. ഇപ്പോൾ ചുമ്മാ വിളിച്ചങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഇവിടുന്ന് ഞാനിപ്പോൾ മെനഞ്ഞാന്ന് പുനലൂരേക്ക് പോയതാണ് 2 ഫംഗ്ഷന് വേണ്ടി പങ്കെടുക്കാനായിട്ട്. 6 ഇടത്താണ് വണ്ടി ചെക്ക് ചെയ്തത്, 6 സ്ഥലങ്ങളിൽ. അപ്പോൾ എന്നെ കണ്ട് മനസ്സിലായിട്ടും അവർ പറഞ്ഞു, സാർ അത് ഈ ഇലക്ഷനുമായിട്ട് വന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പുറകിൽ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോരുത് എന്ന് പറഞ്ഞ് വണ്ടിക്കകത്തിരുന്നു. ഞാൻ രസകരമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ ബുദ്ധിമുട്ടണം. എന്തിനാ ഇങ്ങനെ വണ്ടി പരിശോധിച്ചാൽ ആരെങ്കിലും പണം കിട്ടുമോ? ഞാൻ പേടിച്ച് അന്ന് ഏതാണ്ട് ഒരു 40,000 രൂപ എണ്ണി നോക്കിയപ്പം അതുണ്ട് ചിലവിനൊക്കെ വെച്ചേക്കുന്നത്. 50 കഴിഞ്ഞാൽ ഇത് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് കഷ്ടിച്ച് 40 ആ ചില്ലറ അതിനകത്ത് ആക്കി നിർത്തി. പിന്നെ പറയാൻ വന്ന ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഏതാണ്ട് ഒരു 100 മീറ്റർ ഇടവിട്ട് മുഖ്യമന്ത്രിയുടെ വലിയ ഹോർഡിങ്സാണ് സൈഡ് മുഴുവൻ റോഡിൻ്റെ വെച്ചേക്കുന്നത്. വലിയ പടവും ഭയങ്കരപ്പെട്ട പടം വരച്ചേക്കുകയാണ് കേട്ടോ. ഒരു വല്ലാത്ത ഒരു പെയിൻറ്റിൽ ഇച്ചിരി വികൃതമായിട്ട് വരച്ചേക്കുക എന്ന് തോന്നുന്നു കണ്ടാൽ. ആ രീതിയിലാണ് അങ്ങ് വരച്ചു വെച്ചേക്കുക. എന്നിട്ട് മറ്റാരുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട്, ഇതാണ് മറ്റാരാ ഉള്ളതെന്ന് ജനങ്ങൾ കാണിച്ചു തരും. അവർ നോക്കിയിരിക്കുക. അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് അവരെങ്ങനെയെങ്കിലും നോക്കിയിരിക്കുക. ഈ മാമാങ്കം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇത് മൂലം അങ്ങ് നാശമായി. വളരെ ബുദ്ധിമുട്ടാണ്, സഞ്ചരിക്കാൻ വയ്യ നമുക്ക്. പിന്നെ ഈ പടവും കണ്ടുകൊണ്ട് വേണം ഇരിക്കാൻ 24 മണിക്കൂറും. അത് തന്നെ ഒരു വിഷമമല്ലേ, ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്നിട്ടാണ് അതിൻ്റെ കൂടെ ഇതുപോലുള്ള വാചകങ്ങളും ചെറ്റത്തരം. ഇനി ഇതിൽ കൂടുതൽ പുതിയത് വീണ്ടും വരും. വേറെ ആരും ഇങ്ങനെയുള്ള വാക്കുകൾ LDFിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വരുന്നില്ല, ഇനിയിപ്പോൾ കേൾക്കുന്നില്ല. MP ഗോവിന്ദനൊക്കെ ഇപ്പം എന്താണെന്ന് പറഞ്ഞില്ല, മിണ്ടുന്നില്ല. കാരണം ഭാര്യയെ ഇലക്ഷന് മത്സരിപ്പിച്ചു, ആകപ്പാടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇരിക്കുകയല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ ബാലൻ, മുൻ മന്ത്രിയായിരുന്ന ബാലൻ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ LDFിന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടത്തില്ല. അതങ്ങനെ ആവും. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല, കാരണം അത് എൻ്റെ വിഷയമല്ല. പക്ഷേ ഇത് പരസ്പരമുള്ള മര്യാദ എല്ലാവരും കാണിക്കണം, രാഷ്ട്രീയ മര്യാദ. അതാണ് വേണ്ടത്. ആ ഒരു ഡീസൻസിയിൽ വേണ്ടേ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു.